ഇരമ്പുകയാണ്. ആദിവാസി യുവതി രാധയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. കടുവ കാപ്പിത്തോട്ടത്തിൽ നിന്നും രാധയെ വലിച്ചിഴച്ച് 100 മീറ്റർ അകലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ജനരോഷം ഇരമ്പുകയാണ് സ്ഥലത്ത്. പ്രിയദർശിനി പ്ലാന്റേഷന്റെ കോമ്പൗണ്ടിനുള്ളിൽ മൃതദേഹം ഉണ്ട്. പ്രദേശവാസികൾ മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ്. പലതവണ ഉദ്യോഗസ്ഥരും മന്ത്രിയും നാട്ടുകാരുമായി സംസാരിച്ചു. ഇപ്പോഴിതാ തൊട്ട് മുൻപ് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ. മന്ത്രി വീണ്ടും സംസാരിച്ചു, ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സുരക്ഷയ്ക്കായി RRT സംഘത്തെ വിന്യസിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ജനരോഷം ഇറങ്ങാത്ത കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കമൽ വിവരങ്ങളുമായി തുടരുന്നു. കമൽ, പറയൂ വിവരങ്ങൾ. സ്ഥലത്തെ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണോ? ഇപ്പോഴും ഉള്ളത്. മന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചിട്ടും ആളുകൾ പ്രതിഷേധം ഒടുങ്ങുന്നില്ല. ഇപ്പോഴും ഈ എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ, ഈ എസ്റ്റേറ്റ് ഓഫീസിനകത്താണ് മന്ത്രിയും ഉദ്യോഗസ്ഥരും ഉള്ളത്. അദ്ദേഹം അവിടെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ആളുകൾ ഈ എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ആളുകളും അതുപോലെ പ്രിയദർശിനി എസ്റ്റേറ്റിലെ തൊഴിലാളികളുമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെയാണ് രാവിലെ ഇത്തരത്തിൽ കടുവ പിടികൂടി വനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. അതിന്റെ പ്രതിഷേധമാണ് ഉയരുന്നത്. മന്ത്രി പലതവണ ആളുകളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആളുകൾ വഴങ്ങുന്നില്ല. പല തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടും ആളുകൾ പിരിഞ്ഞു പോകാനോ പ്രതിഷേധം അവസാനിപ്പിക്കാനോ തയ്യാറാകുന്നില്ല. മൃതദേഹം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഉള്ള ഒരു തീരുമാനം. കമൽ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി ഉറപ്പ് കൊടുത്തത്? RRT സംഘത്തെ വിന്യസിക്കും, ജാഗ്രതയോടെ ഇരിക്കണമെന്ന് മന്ത്രി പറയുന്നത് വ്യക്തമായിരുന്നു. അവിടെ വലിയ ബഹളമായിരുന്നു. എന്താണ് മന്ത്രി ഉറപ്പ് കൊടുക്കുന്നത്? വെടിവെക്കാൻ ഉത്തരവിടാമെന്ന് പറയുന്നുണ്ടോ? വെടിവെക്കുന്നത് ഉൾപ്പെടെ കടുവയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പ് തന്നെയാണ് മന്ത്രി നൽകുന്നത്. അതുപോലെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകാമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനമൊന്നും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല. 10 ലക്ഷം രൂപയൊക്കെ വളരെ അപര്യാപ്തമായ നഷ്ടപരിഹാരം എന്ന നിലപാടിലാണ് ആളുകളുള്ളത്. അത്തരത്തിൽ വലിയ പ്രതിഷേധം, മന്ത്രിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള പ്രതിഷേധമാണ്. പലതവണ മന്ത്രി ആളുകളോട് സംസാരിച്ചിട്ടും പ്രതിഷേധം അടങ്ങുന്നില്ല. നഗരസഭ വൈസ് ചെയർമാൻ, ഇതിൽ ഒരു രാഷ്ട്രീയത്തെക്കാൾ ഉപരി ജനങ്ങളുടെ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. UDF ഭരിക്കുന്ന നഗരസഭയാണ്. നഗരസഭ അധ്യക്ഷയും അതുപോലെ വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ളവർ മന്ത്രിയോടൊപ്പം ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ തരത്തിലൊന്നും ആളുകൾ വഴങ്ങുന്നില്ല. പ്രധാനമായും എസ്റ്റേറ്റ് തൊഴിലാളികളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മന്ത്രി ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തുകൂടിയും പുറത്തേക്ക് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആളുകൾ ഇത് ചെവിക്കൊള്ളാത്തത് കൊണ്ട് തന്നെ മന്ത്രി വീണ്ടും കെട്ടിടത്തിനകത്തേക്ക്, ഈ ഓഫീസിനകത്തേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ഈ ഓഫീസിന്റെ മുറ്റത്താണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. വലിയ രീതിയിൽ ജനക്കൂട്ടം ഇപ്പോഴും ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അകത്തേക്കും ആളുകൾ കടക്കുന്നുണ്ട്. നേരത്തെ 5 പേരടങ്ങുന്ന ഒരു പ്രതിനിധികളെ അയക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും അതിനൊന്നും ആളുകൾ തയ്യാറായില്ല. പൊതുജനങ്ങളുടെ മുന്നിൽ തന്നെ പ്രതികരിക്കണം എന്നുള്ള ആവശ്യമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് ആ പ്രദേശത്ത്. ഈ ഓഫീസിന് പിന്നിൽ ആംബുലൻസ് അടക്കം എത്തിച്ചിട്ടുണ്ട്. മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അടക്കം എത്തിച്ചിട്ടും പക്ഷേ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. മന്ത്രിയെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും പ്രതിഷേധക്കാർ അനുവദിക്കാത്ത സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് മന്ത്രി സംസാരിക്കുന്നത് മൈക്കില്ലാതെ സംസാരിക്കുമ്പോൾ ഇത്രയും വലിയ ബഹളത്തിനിടയ്ക്ക് ആളുകൾക്ക് എന്താണ് മന്ത്രി പറയുന്നതെന്ന് പോലും വ്യക്തമാകുന്നില്ല. ജനരോഷം ഒടുങ്ങുന്നില്ല എന്നാണ് കമൽ പറയുന്നത്.